കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സംശയിച്ച് പോലീസ്. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തി. തൊണ്ടി മുതലും ഫയലുകളും സൂക്ഷിച്ചിരുന്ന മുറിയിൽ മാത്രം തീ പിടിച്ചതിലാണ് സംശയം. ബോധപൂർവം ആരെങ്കിലും തീ ഇട്ടതാണോ എന്നതാണ് പരിശോധിക്കുന്നത്. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള 3 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി പ്രവർത്തിച്ചിരുന്നത്. കോടതിയുടെ ഓഫീസിൽ തൊണ്ടി മുതലും ഫയലുകളും സൂക്ഷിക്കുന്ന മുറിയിലായിരുന്നു തീപിടുത്തം. ഇന്നലെ രാത്രി 9 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഫയലുകളും തൊണ്ടി മുതലും കത്തി നശിച്ചു. കാട്ടാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതിയ കെട്ടിടമായതിനാൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ചു. കെട്ടിടത്തിനുള്ളിൽ മെഴുകുതിരി കത്തിച്ചതായ സൂചനയും പോലീസിന് ലഭിച്ചിരുന്നു. ഇതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകൾ അടക്കം കത്തി നശിച്ചു. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം എന്ന സംശയവും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.